ഓം കൃഷ്ണായ നമഃ. എല്ലാ പാഞ്ചജന്യം കുടുംബ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദീപാവലിയെ കുറിച്ചിട്ടാണ് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദീപങ്ങളുടെ നിര എന്നാണ് ദീപാവലി എന്ന വാക്കിനർത്ഥം. ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിലേറ്റവും പഴയത് എന്ന് വിശ്വസിക്കാവുന്നത് മഹാലക്ഷ്മിയുടെ ജന്മദിനമാണ് എന്നുള്ളതാണ്. മഹാലക്ഷ്മി എന്ന ദേവിയെ നമ്മൾ സങ്കല്പിക്കുന്നത് സമ്പന്നതയുടെ ദേവതയായിട്ടാണ്. സകല ഐശ്വര്യങ്ങളുടെ, വൃത്തിബോധത്തിൻ്റെ, ധനത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, നല്ല സംസ്കാര സമ്പന്നതയുടെ, അതുപോലെ രാജകീയമായ പ്രൗഢിയുടെ, എല്ലാ തരത്തിലുമുള്ള ഒരു മനുഷ്യജന്മം, ഏറ്റവും ധന്യമായ ഒരു മനുഷ്യജന്മം, അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് മഹാലക്ഷ്മിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വരദാനം. അപ്പോൾ മഹാലക്ഷ്മിയുടെ ജന്മദിനമായി പറയുന്നവരുണ്ട്. മറ്റൊരു ഐതിഹ്യം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവുമായി വിവാഹം നടന്ന ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. അതും ആ സങ്കല്പവും വളരെയധികം ഉജ്ജ്വലമായൊരു സങ്കല്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗുരുശുക്രയോഗം എന്നൊക്കെ പറയുന്ന പോലെ മഹാവിഷ്ണു എന്ന് പറയുന്ന ആ ഈശ്വരീയത, ഏറ്റവും ധന്യമായ ഈശ്വരീയതയും അതുപോലെ ധന്യമായ സമ്പന്നതയും രണ്ടും ചേർന്ന് ഈ ഭൂമിയെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരുടെ, ഏറ്റവും നല്ല ഗുണങ്ങളുള്ള മനുഷ്യരുടെ, അതുപോലെ ദാരിദ്ര്യ ദുഃഖങ്ങളോ മറ്റ് വിധ വിഷമതകളോ ഇല്ലാത്ത ഐശ്വര്യപൂർണമായ ഒരു ലോകത്തെ പ്രതിനിധീകരിക്കുന്ന 2 ഈശ്വരീയ ചൈതന്യങ്ങളുടെ പേരിൽ ഈ ദീപാവലി സങ്കല്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് രാവണനെ നിഗ്രഹിച്ച ശേഷം തിരിച്ചു വന്ന ദിവസമായിട്ടാണ്. അവിടെയും അതൊരു വലിയൊരു വിജയം തന്നെയാണ്. അതായത് ഇരുളിൻ്റെ മേലെ വെളിച്ചത്തിൻ്റെ ശക്തി ജയിക്കുന്ന ഒരു സംഭവം ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം. രാക്ഷസീയത എന്ന് പറയുന്നത് എല്ലാ ദുരങ്കടങ്ങളുടെയും ദുരാചാരത്തിൻ്റെയും അതുപോലെ അന്ധകാരത്തിൻ്റെയും അറിവില്ലായ്മയുടെയും അജ്ഞതയുടെയും ഒക്കെ ആയ ഒരു കാലഘട്ടത്തെ ഇല്ലാതാക്കി പ്രകാശപൂർണമായ അർത്ഥസമ്പൂർണമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയിൽ രാമൻ വിജയിച്ച ദിവസം, ആ ദിവസമായിട്ടും ഈ ദീപാവലിയെ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. മറ്റൊരു സങ്കല്പം എന്ന് പറയുന്നത് ശ്രീരാമൻ കഴിഞ്ഞ് ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കാളീദേവിയെയും ഈ ദീപാവലിയോടനുബന്ധിച്ച് പൂജിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ദേവീ ചൈതന്യങ്ങളും അതുപോലെ ഈശ്വര സങ്കല്പങ്ങളും എല്ലാം തന്നെ അധർമ്മത്തിനെതിരെ പോരാടി വിജയം വരിക്കുന്നതിന് വേണ്ടി ജന്മമെടുത്തിട്ടുള്ളവരാണ്. അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ ലോകത്ത് എക്കാലത്തും അനീതിയും അധർമ്മവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ കഥകളിൽ നിന്നൊക്കെ മനസ്സിലാകും. പിന്നെ പല പേരിൽ ആചരിക്കപ്പെടുന്നതെല്ലാം തന്നെ അർത്ഥപൂർണമായ സങ്കല്പങ്ങളാണ്. കാലം മുന്നോട്ട് പോകുന്തോറും ഈ ദീപാവലി ദിവസം ചിലപ്പോൾ ഇനിയും ഇതേപോലെയുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ പിൽക്കാലത്തെ മനുഷ്യൻ ആ സംഭവത്തിൻ്റെ പേരിലും ചിലപ്പോൾ ഈ ദീപാവലി ദിവസത്തെ ആഘോഷിച്ചു എന്ന് വരാം. മറ്റ് ഒരു വിശ്വാസം, വർത്തമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ച ദിവസമായിട്ടും ചില ജൈനമതക്കാർ ഈ ദീപാവലി ദിവസം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുണ്യ ദിവസം കാർത്തിക മാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി വരുന്ന ആ ദിവസത്തിൽ വളരെ അധികം പ്രപഞ്ചത്തിലെ ശക്തി വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമായിട്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം തന്നെ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് മനുഷ്യന് ബോധ്യപ്പെട്ടതിനാലാകാം ഈ ദിവസത്തെ നമ്മളൊരു പുണ്യ ദിവസമായി എടുക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇനിയും ഇതുപോലെയുള്ള അനേകം സങ്കല്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഭാവിയിൽ ഉണ്ടായെന്ന് വരാം. എന്തായാലും ശരി, ഏത് സങ്കല്പം എടുത്താലും ശരി, ആ സങ്കല്പത്തിനുള്ളിലുള്ള ആശയം എന്ന് പറയുന്നത്
അനീതിക്ക് അല്ലെങ്കിൽ അധർമ്മത്തിന്, അജ്ഞതയ്ക്ക്, അന്ധകാരത്തിന് മേലെ പ്രകാശം വിജയം നേടുന്ന ദിവസം എന്നാണ്. അപ്പോൾ നമ്മളതിനെ തീർച്ചയായിട്ടും ആഘോഷിക്കണം. നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കും സങ്കല്പിക്കാം, നമ്മളുടെ ഉള്ളിലും ഒരുപാട് അന്ധകാരങ്ങളുണ്ട്, ഒരുപാട് അജ്ഞതകളുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അതിനെയെല്ലാം കീഴടക്കി നമ്മളെ പ്രകാശത്തിലേക്ക് സ്വയം കൊണ്ടുപോകണം. നന്നാകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാലേ നന്നാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള അസൂയ, അല്ലെങ്കിൽ വെറുപ്പ്, അല്ലെങ്കിൽ പക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല 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 തിന്മകൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ തിന്മകൾക്ക് മേലെ ഞാൻ വിജയം വരിക്കുന്ന ഒരു ദിവസമാണ്, ഞാൻ ആ ദിവസത്തെ ആഘോഷിക്കുകയാണ് എന്ന വിശ്വാസത്തോടുകൂടി ധാരാളം ദീപങ്ങൾ തെളിയിച്ച് വയ്ക്കുക. ആ ദീപത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ എല്ലാം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്, എൻ്റെ ആത്മാവിലേക്ക് സ്വീകരിക്കുകയാണ്, എൻ്റെ മനസ്സിലേക്ക് സ്വീകരിക്കുകയാണ്. അതോടെ ഞാൻ ശുദ്ധി ചെയ്യപ്പെടുകയാണ്, ഞാൻ സംസ്കരിക്കപ്പെടുകയാണ്, ഞാൻ ശക്തിപ്പെടുകയാണ് എന്ന ഒരു വിശ്വാസം നമ്മളോട് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള പല തിന്മകളും ഈ പ്രകാശത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടും. ഈ ദിവസം അതുപോലെ തന്നെ നമ്മളുടെ തിന്മയുടെ ഭാഗമായി നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടെല്ലാം നമുക്ക് അത് തീർക്കുന്നതിന്, അത് ആ അജ്ഞതയെ അല്ലെങ്കിൽ ദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് പറ്റിയ ഒരു ദിവസം കൂടിയാണെന്ന്. നമുക്ക് പലർക്കും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാം. അതുപോലെ ഇപ്രാവശ്യം കൊറോണയുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വിളിക്കുവാൻ നിവൃത്തിയില്ലായിരിക്കാം. എന്നാലും നമ്മൾക്ക് ആശംസകൾ അറിയിക്കാം, അവരുമായിട്ട് നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാം. പല മധുരപലഹാരങ്ങളും നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സന്തോഷം ഏറ്റവും അധികം വേണ്ടവരാണ് കുട്ടികളും പ്രായമായവരും. വയസ്സായവർക്കും കുട്ടികൾക്കും സന്തോഷം കൊടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. വീടെല്ലാം അലങ്കരിക്കാം. പല തരം ദീപങ്ങളാലും അതുപോലെ വർണ്ണവസ്തുക്കളാലും വീടുകൾ അലങ്കരിക്കാം. മനോഹരമായ പ്രാർത്ഥനകളാലും നല്ല സന്തോഷമുള്ള വാക്കുകളാലും നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സ്നേഹം പങ്കിടാം, ഒരുമ പങ്കിടാം, സമാധാനം പങ്കിടാം. നമുക്ക് അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തും നമുക്ക് എത്താൻ സാധിക്കുകയില്ല, പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിന് ലോകത്തെല്ലായിടത്തും എത്താൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സ് ആ ലോകം മുഴുവനും സഞ്ചരിച്ച് എല്ലാ മനുഷ്യരിലേക്കും സമാധാനവും സന്തോഷവും പ്രകാശവും എല്ലാം അങ്ങനെ വിതരണം ചെയ്യുന്നതായിട്ട് നമ്മുടെ മനസ്സെല്ലായിടത്തും പോയിട്ട് ദുഃഖിതരോടും അതുപോലെ വിഷമിക്കുന്നവരോടും എല്ലാം നമ്മളുടെ ഈ സന്തോഷത്തെ, നമ്മളുടെ ഉള്ളിലെ പ്രകാശത്തെ ഷെയർ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഇത്തരം സങ്കല്പങ്ങൾക്കൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം ലോകത്തെ മാറ്റങ്ങളെല്ലാം മനസ്സിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ പാഞ്ചജന്യത്തിലെ അംഗങ്ങൾ തീർച്ചയായിട്ടും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് കൂടിയവരാണ്. അപ്പോൾ ഈ ലോകത്തിന് മഹത്തായ സന്ദേശം നൽകുവാനും ലോകത്തെ മഹത്വവൽക്കരിക്കപ്പെടുന്ന സങ്കല്പങ്ങൾ കൊണ്ടു നടക്കുവാനും നമ്മൾ തീർച്ചയായും ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. എല്ലാ നല്ല വിശേഷ ദിവസങ്ങളും നമ്മൾ ആചരിക്കുകയും ആ സന്തോഷം, നമ്മളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നമ്മളോടൊപ്പമുള്ളവരുടെ, നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ, നമുക്ക് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തവരുടെ പോലും മനസ്സിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ആത്മാവിനും മനസ്സിനുമൊക്കെ അപാരമായ ശക്തി ഉള്ളതാണെന്നാണ് ഈ ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും ധന്യമായ ഒരു ആഘോഷമാണ്, അർത്ഥപൂർണമായ ആഘോഷമാണ് പ്രകാശം കൊണ്ട് ആഘോഷിക്കുക. പ്രകാശത്തിൻ്റെ പ്രഭയെ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ആഘോഷമാണ് ദീപാവലി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. എല്ലാവരുടെ മനസ്സിലും സന്തോഷമുണ്ടാകട്ടെ. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ ആ ഇരിക്കുന്നതിന് ചുറ്റും പ്രകാശം പരക്കട്ടെ. നിങ്ങൾ ആരോട് കൂടിയിരിക്കുന്നോ അവരുടെ ഉള്ളിലെല്ലാം പ്രകാശമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.